എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. പിന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാതെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക. നിങ്ങളുടേതല്ലാത്തൊരു റീഡിങ് നിങ്ങൾ എടുക്കണ്ട, അതേപറ്റി ചിന്തിക്കേണ്ട, വിട്ട് കളയുക. കാരണം ഇന്നത്തെ കാർഡുകൾ കാണിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയോ ഒരു കോൺഫ്ലിക്റ്റ്, അതായത് ജീവിതത്തിൽ ആരുടെയൊക്കെ ഒരു കലഹം അല്ലെങ്കിൽ ഒരു വഴക്കൊക്കെ കഴിഞ്ഞിട്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി കാണുന്നത്. അതിപ്പോൾ റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്താവാം, അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടോ ആരൊക്കെയായിട്ട് ആരൊക്കെയായിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒരു പിണക്കോ പരിഭവമോ ഒക്കെ ആയിട്ട് വിഷമിച്ചിരിക്കുന്ന ആരുടെയോ എനർജിയാണ് അതിൽ കാണുന്നത്. അപ്പോൾ അവർക്കാണ് ഇന്നുള്ളൊരു സന്ദേശം. ഇതാരാണോ ആ ഒരു എനർജി ഉള്ളവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവർ എടുക്കുക ഈ മെസ്സേജ്, അല്ലാത്തവർ വിട്ട് കളയുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ആ റീഡിങ് പറയണത്. ഇത് തന്നെ ആലോചിച്ചിരുന്ന് അവർ ഒരുപാട് വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. അയ്യോ, എന്നാലും ഞാനത് പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് വന്നില്ലേ, എനിക്കങ്ങനെ പറയേണ്ടി വന്നല്ലോ, ആ സാഹചര്യത്തിൽ എനിക്കങ്ങനെ പെരുമാറേണ്ടി വന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആരുടെ എനർജിയാണ്. അവർക്കുള്ള മെസ്സേജാണ്, നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കുക, അതിന് വിട്ട് കളയുക. കാരണം ഫോർഗീവ് യുവർ സെൽഫ് എന്നാണ് നിങ്ങളോട് പറയണത്. ഇറ്റ്സ് ഓക്കെ, മനുഷ്യനാണ് നമ്മൾ. ആ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് അപ്പോൾ തോന്നിയ നമ്മുടെ ഒരു അറിവും വിവേകവും വെച്ചിട്ട് നമ്മൾ മറുപടി പറഞ്ഞു, നമ്മളത് പ്രവർത്തിച്ചു. ഇറ്റ്സ് ഓക്കെ, അതോട് കഴിഞ്ഞു, അതിനെ വിട്ട് കളയുക. എന്നിട്ട് നമ്മളോട് തന്നെ ഒരു കരുണ കാണിക്കുക. കാരണം ഈ ചിന്തിച്ചും ആലോചിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ ആർക്കാണതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക? നമ്മുടെ ബോഡി, നമ്മുടെ ഉറക്കം, നമ്മുടെ ചിന്തകൾ, ഇതെല്ലാം നമ്മുടെ ബോഡിയെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ സോളിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ അപ്പോൾ തന്നെ വിട്ട് കളയാൻ പഠിക്കുക. വിട്ട് കളഞ്ഞുകൊണ്ട് നമുക്കിനി എന്താണോ വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യാം. കാരണം ഇത് തന്നെ ചിന്തിച്ച് നമ്മളൊരു എന്താ പറയുക, ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളൊരു ബോധ്യത്തിൽ ആ ഗിൽട്ട് ഫീലിങ്ങിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. എൻ്റെ ചാരിയറ്റ് കാർഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചിന്തകളെയൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരിക. എന്തായാലും നമുക്ക് എന്താ പറയുക, നമ്മളോട് ക്ഷമിച്ച് കളയാം. ആരും പെർഫെക്റ്റ് അല്ല ഈ ലോകത്ത്. തെറ്റുകൾ സംഭവിക്കാത്തതോ അല്ലെങ്കിൽ കുറ്റങ്ങളില്ലാത്തതോ ആയിട്ടുള്ള ആരും തന്നെ ഇല്ല. അപ്പോൾ എന്താ പറയുക, മറ്റുള്ളവർ കുറ്റപ്പെടുത്തിക്കോട്ടെ, മറ്റുള്ളവർ എന്ത് പറഞ്ഞോട്ടെ, നമ്മളതിനെ വിട്ട് കളഞ്ഞേക്കുക. എന്നിട്ട് നമ്മളോട് തന്നെ ഒരു കരുണ കാണിക്കുക. കാരണം ഇറ്റ്സ് ഓക്കെ, നമ്മളെ വളരെ ആവശ്യമാണ്. നമ്മുടെ ബോഡി, നമ്മുടെ സോൾ, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ വിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്കതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങളുടെ മനസ്സിൽ നല്ല ഉൾക്കരുത്തുണ്ട്, എല്ലാം ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അതിനെ കണ്ടെത്തുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ഡൗൺ ആയി പോവാതെ നമ്മളെ സ്വയം ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് എന്തായാലും ഒരു പുതിയ തുടക്കമുണ്ട്. നമ്മുടെ എന്തിലായാലും, കരിയറിലായാലും റിലേഷൻഷിപ്പിലായാലും എല്ലാം സ്റ്റേബിളായിട്ട് വരും. പക്ഷെ നമ്മൾ ഇമോഷണൽ ബാലൻസ് അവിടെ കൊണ്ടുവരിക. നമ്മുടെ ചിന്തകളെ ഫോക്കസ് ചെയ്യുക. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് ഗുണകരമാണോ എന്ന് നമ്മളോട് സ്വയം ചോദിക്കുക. അല്ലാത്തതാണെങ്കിൽ വിട്ട് കളയുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തയിലേക്ക് കൊണ്ടുവരാൻ പഠിക്കുക. നമ്മൾ പലരും ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് ഇത് പറ്റുക എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ലോവർ എനർജി സ്റ്റേറ്റിലിരിക്കുമ്പോൾ നമ്മൾ ഈ നെഗറ്റീവായ കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മുടെ ചിന്തയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കണ്ടെത്തി അതിലേക്ക് മൂവ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് എവിടെയെങ്കിലേക്ക് ഒന്ന് മാറി നിൽക്കുക. ഈ ചിന്തയുടെ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കൊരു സമാധാനം സന്തോഷവും കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് ഈ ചിന്തകളോട് കടന്നു പോകുന്നതോറും ഒരേ തരത്തിലുള്ള പാറ്റേണാണ് ലൈഫിൽ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഏഞ്ചൽസ് നമ്മളോട് പറയണത്, നീ ഇതിൽ നിന്നൊന്ന് മാറി നിന്ന് ചിന്തിക്കൂ. കാരണം എന്തോ ആയിക്കോട്ടെ, അതോട് കഴിഞ്ഞു പോകുന്നു. നീ നിന്നോട് തന്നെ സ്വയം പറയാം. നിൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നിനക്കതിന് സ്ട്രെങ്ത് ഉണ്ട്. നിന്നിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ റിസീവ് ചെയ്യാനായിട്ട് ഹാപ്പി ആയിരിക്കുക.
ഇനിയും നമുക്കുണ്ട് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരാനുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ട് കളയാൻ പഠിക്കുക. ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, മുന്നോട്ട് പോകുക. ഇതാണ് നിങ്ങൾക്ക് ഗാർഡിയൻ ഏഞ്ചൽസ് തരുന്നൊരു സന്ദേശം. ഓക്കെ, താങ്ക് യു.